വിചാരിച്ചതിലും നല്ല രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കിട്ടി. അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻക്യുബേറ്റർ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നന്നായിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ച് കുറച്ച് നേരം അത് ഓപ്പൺ ചെയ്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ എടുത്ത് വെക്കുക. അങ്ങനെ അതിൻ്റെ ആവശ്യത്തിനായി ടെറസിൻ്റെ മുകളിലേക്ക് പോയപ്പോഴാണ് 8ൻ്റെ പണി കിട്ടിയത് ഞാൻ അറിഞ്ഞത്. കണ്ടോ, ഇതാണ് അവസ്ഥ. ഇത് ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. ടെറസിൻ്റെ മുകളിലാണ് ഞങ്ങൾ വിറകൊക്കെ സൂക്ഷിക്കാറ്. വിറക് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഡ്രസ്സൊക്കെ വിരിച്ചിടുന്നത് ഈ ഒരു ടെറസിൻ്റെ മുകളിലാണ്. അപ്പം ഞാൻ ആ ഒരു ഇൻക്യുബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പഴയ തുണിക്ക് പോയതായിരുന്നു. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത് ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. ചൂട്ട് നമ്മൾ പുറമേന്ന് കാണുമ്പം ഒന്നുമില്ല, പക്ഷേ അത് ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഞാൻ തട്ടി കുടഞ്ഞിട്ടല്ലോ എന്നായിപ്പോയി. ഇത് കുടഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയാം, മൊത്തത്തിൽ സ്പ്രെഡായി. അതായത് ഇത് എല്ലാം കൂടി ഇഴഞ്ഞു കാഞ്ഞ് ചുമരിൻ്റെ മുകളിലൊക്കെ കയറി ആകെ സീനായി. പിന്നെ എങ്ങനെയോ ഒക്കെ അടിച്ച് വാരി കുറേയൊക്കെ കളഞ്ഞു. എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല. ഒരുപാട് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വീട്ടിൽ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ പെട്ടെന്നൊന്നും പോയില്ല എന്നൊക്കെ. നിങ്ങളുടെ നാട്ടിലും ഈ ഒരു പ്രാണി, ഞങ്ങൾ ഓലപ്രാണി എന്നാണ് പറയുക, ഈ ഒരു പ്രാണി ഉണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കളയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് പകൽ നോക്കുന്ന സമയത്ത് ഒന്നുമില്ല, കാണാനേ ഇല്ല. ആ ഒരു ചൂട്ടൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അട്ടിയായിട്ട് ഇങ്ങനെ വീഴും, നിലത്ത് വീഴും. പക്ഷേ രാത്രി പോയാൽ ഇങ്ങനെയാണ് കേട്ടോ ടെറസിൻ്റെ അവസ്ഥ. രാത്രി പോകുന്ന സമയത്ത് മൊത്തത്തിൽ ഇങ്ങനെയാണ്. പക്ഷേ പകൽ പോകുന്ന സമയത്ത് ഒരു പ്രാണീനെ പോലും എവിടെയും കാണില്ല. പക്ഷേ ചേരി, അതുപോലെ ഓല, വിറക് ഇതൊക്കെ നമ്മൾ പൊന്തിച്ച് നോക്കിയാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് കിടക്കുന്നുണ്ടാവേ. എനിക്ക് തോന്നുന്നു ടെറസിൻ്റെ മുകളിൽ ഷീറ്റാണ് ഇട്ടത്. അപ്പോൾ ഒരു ഷീറ്റിൻ്റെ ചൂട് വരുമ്പം ഇതിൻ്റെ ഈ ഓലേൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി നിൽക്കുന്നതാവാം, എന്താണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ അടിച്ചു വാരി കളയാനും പറ്റില്ല. കളഞ്ഞാലും ഇത് ചുമരുമ്മലും മരത്തുമ്മലും ഒക്കെ കയറിയിട്ട് എങ്ങനെ വരും. പിന്നെ ഒരു സമാധാനം എന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളിലാണല്ലോ, ഓപ്പൺ ടെറസിൻ്റെ മുകളിലാണ്. അതുകൊണ്ടാണ് കുറച്ചൊരു സമാധാനം. അകത്തേക്ക് വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്നാലും അകത്തുനിന്ന് ഒരു 10-15 എണ്ണത്തിനോളം പിടിച്ചിട്ട് ഞാൻ വെളിയിലേക്ക് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രാണീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഫോണിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു പ്രാണീൻ്റെ ശല്യം കാരണം വീടൊക്കെ ഉപേക്ഷിച്ച് പോയി എന്ന് കേട്ടിട്ടുണ്ട്. യൂട്യൂബൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഫസ്റ്റ് ടൈം രാത്രി കാണുന്ന സമയത്ത് ആ ഒരു ഓലച്ചൂട്ടിൻ്റെ മുകളിൽ ഒരു 10-100 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പോകുമെന്ന് പറഞ്ഞു. പിന്നെ പിറ്റേന്ന് അത്ര മൈൻഡ് ആക്കിയില്ല. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്രയും അളവിൽ ഇതുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. എങ്ങനെയാണ് ഇതിനെ തുരത്തേണ്ടതെന്ന് അറിയില്ല. കത്തിച്ച് കളയണോ, ഡീസലൊക്കെ നമ്മൾ എത്രയെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മണ്ണെണ്ണ. ഇതിപ്പോൾ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മൊത്തത്തിൽ വിറകാണല്ലോ, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇതിപ്പോൾ മൊത്തത്തിൽ സ്പ്രെഡായതുകൊണ്ട് ഈ ഒരു വിറകൊന്നും നമുക്ക് ഇപ്പോൾ എടുക്കാനും പറ്റില്ല. വിറകിൻ്റെ മുകളിൽ, ചേരീൻ്റെ മുകളിൽ മൊത്തത്തിൽ ഈ ഒരു പ്രാണിയാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വിറകൊന്നും എടുത്ത് അടുക്കളയിലൊന്നും കൊണ്ടിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. വാതിലടച്ചു, അതുപോലെ വാതിലിൻ്റെ ഗ്യാപ്പിലൊക്കെ തുണി വെച്ച് അടച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ കുറേ ചൂട്ട് ഞാൻ എടുത്ത് കത്തിച്ചു, അങ്ങനെയും കുറേ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടിച്ചു വാരി കളയുകയാണെങ്കിലും ഇത് പെട്ടെന്ന് ഇഴഞ്ഞ് കയറും കേട്ടോ, മേലൊക്കെ കയറും. അത് മാത്രമല്ല, മേല് കടിക്കുമ്പം ഇതിൻ്റെ ദേഹത്തുനിന്ന് ഒരു ആസിഡ് നമ്മുടെ ദേഹത്ത് വന്നാൽ ആ ഭാഗം ഒരു കറുപ്പ് കളറാവുന്നുണ്ട്. പിന്നെ ചൊറിച്ചിൽ, അതുപോലെ ശ്വാസം മുട്ട് വരും. അങ്ങനത്തെ പല ബുദ്ധിമുട്ടും ഉണ്ട്. മക്കളെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും വീട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് കളഞ്ഞതെന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. ഞാൻ കോഴീനൊക്കെ വിരിയിച്ച് ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇത്രയും ദിവസം പണിയല്ലായിരുന്നോ, ബൾബ് കത്തുന്നുണ്ടോ എന്ന് നോക്കണം, വെള്ളം ഒഴിച്ച് കൊടുക്കണം, അങ്ങനെ ഓരോ പരിപാടിയായിരുന്നു. അങ്ങനെ വിരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ഫ്രീ ആയി, ഇനി കുറച്ച് റെസ്റ്റ് എന്നൊക്കെ വിചാരിച്ച് നിന്നതായിരുന്നു. അപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. ഇതിപ്പം നമുക്കിങ്ങനെ ഇട്ടച്ച് പോകാനും പറ്റില്ലല്ലോ. എന്തായാലും ഇത് ക്ലീൻ ചെയ്യണം, മൊത്തത്തിൽ ഒഴിവാക്കണം, അല്ലാതെ പറ്റില്ല. കാരണം അകത്തേക്കൊക്കെ വരുന്നുണ്ട് വാതിൽ. പക്ഷേ അയൽമേൽ ഡ്രസ്സ് ഇട്ടിട്ട് ഡ്രസ്സിൻ്റെ മുകളിലേക്കൊന്നും വരുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ നോക്കി. ടെറസിൻ്റെ മുകളിൽ ഞാൻ അയൽമേൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഡ്രസ്സിൻ്റെ മുകളിലൊന്നും ഇല്ല. പക്ഷേ നിലത്ത് കൂടിയാണ്, അതായത് ഓല, വിറക്, അങ്ങനെ കൂടുതലായിട്ടും ഈ ഓലച്ചൂട്ടില്ലേ അതിൻ്റെ ഉള്ളിലാണ് കൂടുതലായിട്ടും ഇതിനെ കാണുന്നത്. അതുകൊണ്ട് കുറേ ഓലച്ചൂട്ടൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞു. ഇത് കണ്ടോ, ഒരു പലകേൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നുണ്ട്. ചേരി എല്ലാത്തിൻ്റെ മുകളിൽ കൂടി നന്നായിട്ട് ഇഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ വിചാരിച്ചു കോഴീനെ കൊണ്ടുവന്നിട്ട്, വലിയ കോഴികളൊക്കെ കൊണ്ടുവന്നാൽ അവർ കുറേ കൊത്തി കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊരു പേടി, ഇതിനെ കഴിച്ചാൽ ഇനി കോഴികൾക്ക് എന്തോ സംഭവിക്കുമോ എന്നുള്ളത്, അതും ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ
അത്തരം റിസ്കുകളൊന്നും എടുത്തിട്ടില്ല. കുറേയൊക്കെ അടിച്ചു കൂട്ടി വാരി കുറേ കത്തിച്ചു കളഞ്ഞു, കുറേയൊക്കെ വാരി വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു. മോൻ പറയുന്നത് കേട്ട് വെള്ളത്തിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് നീന്തി കളിക്കുകയാണ് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് വല്ലാത്തൊരു പ്രാണി തന്നെയാണ് കേട്ടോ. ഇത് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രാണി. ഞങ്ങൾ അടുത്ത വീടുകളിലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് കുറച്ച് ദൂരെ റബ്ബറുണ്ട്, പക്ഷേ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ റബ്ബർ കാട് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. റബ്ബറൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രാണീനെ കാണാമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇതുവരെയായിട്ടും ഈ ഒരു പ്രാണീനെ കണ്ടിട്ടുമില്ല, എന്താണെന്നും അറിയില്ല. പക്ഷേ ആൾ ഭീകരനാണ്. കാണാനൊരു ഇത്തിരി കുഞ്ഞനാണെങ്കിലും അതിൻ്റെ ഉപദ്രവം എന്ന് പറയുന്നത് ചില്ലറ എന്നല്ല കേട്ടോ. പിന്നെ ഒരു 10 ദിവസം മുന്നേ അടുക്കളയിൽ ഒരു 4-5 എണ്ണത്തിനെ ഞാൻ കണ്ടിരുന്നേ. പക്ഷേ അന്ന് ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഈ ഒരു പ്രാണിയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പിന്നെ രാത്രി ടെറസിൻ്റെ മുകളിൽ വന്ന സമയത്താണ് ഇതിനെ കാണുന്നത്. നമ്മളെപ്പോഴും പകലാണല്ലോ ടെറസിൻ്റെ മുകളിൽ പോകുന്നത്, രാത്രി അങ്ങനെ പോകുന്നില്ലല്ലോ. എന്തോ ഒരു ആവശ്യത്തിന് പോയ സമയത്താണ് ഈ ഒരു പ്രാണീനെ ഞാൻ കണ്ടതേ. പക്ഷെ അന്ന് എന്തോ വണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ശരിക്കും ഇതിനെ കാണുമ്പോണ്ടല്ലോ ഒരു വണ്ടിൻ്റെ കുഞ്ഞിൻ്റെ മാതിരിയാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിനെ കാണുമ്പം ഉള്ള. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് കാണുമ്പോണ്ടല്ലോ നമുക്കെന്തോ അറപ്പാവും. ഒരു എന്താ പറയുക, ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല ഇതിനെ കണ്ടാൽ, അത്രയും ഭീകരമാണ് അവസ്ഥ. അപ്പം ഇത് പോവാൻ എന്താ ചെയ്യേണ്ടത്? കുറേ ആൾക്കാർ പറഞ്ഞു ഹീറ്റ് ഉണ്ടോ, നന്നായിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ ഓല തട്ടിയതായിരുന്നു, തട്ടി കുടുങ്ങി എന്നൊക്കെ പറയാതാണ്ടോ മൊത്തത്തിൽ സ്പ്രെഡായി. പിന്നെ ഞാനും സിതുട്ടനും നന്ദും എല്ലാവരും കൂടി ഒരുമിച്ച് ചൂലൊക്കെ ഇട്ട് അടിച്ച് വാരി മൊത്തത്തിൽ ഇതാക്കിയതാട്ടോ. ഇതാണ് അവസ്ഥ, കണ്ടില്ലേ? എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും ഉണ്ട് കേട്ടോ, ഞാൻ കാണാത്ത, അതായത് നമുക്ക് വിറകൊന്നും മാറ്റിയിട്ട് ഇതിനെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടെറസിന് മുകളിൽ അത്യാവശ്യം വിറകും കാര്യങ്ങളും ചേരി എല്ലാം ഉണ്ട്. അപ്പം അത് മൊത്തത്തിൽ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചൂട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തുള്ളതൊക്കെ അതുപോലെ തട്ടി കൊടുത്തു. പിന്നെ തട്ടിയപ്പാണ് ഞാൻ മനസ്സിലോർത്തത് ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ളത്. തീയൊക്കെ കത്തിച്ചതിന് ശേഷം വേണമായിരുന്നു ആ ഒരു ചൂട്ട് തട്ടി കൊടുക്കാൻ. ചൂട്ടിൻ്റെ ഉള്ളിൽ ഇത്രയും അട്ടിക്കണക്കിനുണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. തട്ടിക്കഴിഞ്ഞപ്പോഴാണല്ലോ മനസ്സിലായത്. തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ലോകം മുഴുവനും പായിയാണ് കേട്ടോ. പിന്നെ എങ്ങനെയോ ഒക്കെ അടിച്ചു വാരി കൂട്ടി കുറേയൊക്കെ തീയിട്ടു, എന്തൊക്കെ ചെയ്തു. ഇനി എന്തായാലും നോക്കാം. പിന്നെ ഞാൻ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഓലച്ചൂട്ട് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ ഓരോ മൂലയിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇഴഞ്ഞു പോകുന്ന സമയത്ത് ആ ഒരു ചൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ വീണ്ടും നമുക്ക് ചൂട്ട് തട്ടിയിട്ട് കത്തിച്ച് കളയാലോ. അങ്ങനെ വിചാരിച്ചിട്ട് കുറേ ചൂട്ടുകളൊക്കെ ഇങ്ങനെ ചുമരിൻ്റെ അടുത്തൊക്കെ ചാരി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡ് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. അപ്പം ഇവർ വിരിഞ്ഞു, ഇന്നേക്ക് 2ാമത്തെ ദിവസമാണ്. അപ്പം ആ ഒരു ഇൻക്യുബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ടെറസിൻ്റെ മുകളിലേക്ക് പോയതായിരുന്നു. ഇൻക്യുബേറ്റർ എപ്പോഴും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം ആവശ്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നീട് അടുത്ത കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഡെറ്റോളൊക്കെ ഇട്ടിട്ട് ഒരു ക്ലോത്തൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കും. അതുപോലെ ആ ഒരു നെറ്റൊക്കെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെയാണ് എടുത്ത് വെക്കാറ്. അപ്പം അങ്ങനെ ഒരു ക്ലോത്ത് എടുക്കാൻ പോയ സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പം എന്തായാലും എനിക്കൊരു പണി കിട്ടി. ഇനിയിപ്പം കുറച്ച് ദിവസം അതിൻ്റെ പുറകെ ആയിരിക്കും.
കുറേയൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങളും പറഞ്ഞു തരാം കേട്ടോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും റിലേറ്റീവ്സ് അറിയുന്ന ആരെങ്കിലും വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എന്താണ് അവർ ചെയ്തതെന്നുള്ളത്. ഇത് മൊത്തത്തിൽ പോകണമല്ലോ. അപ്പം നോക്കുന്ന സമയത്ത് കുറച്ചൊക്കെ നമുക്ക് പോക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ വിറകിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതിനെയൊക്കെ അപ്പോൾ പുറത്ത് ചാടിക്കണം. അതിനെന്താണ് ഒരു വഴി എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർ നല്ല ആരോഗ്യവാന്മാരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ കുറച്ച് കുട്ടികൾ സെയിലായി പോയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല, കാരണം ചില കസ്റ്റമേഴ്സിന് വീഡിയോ എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അതെനിക്ക് എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട്. ഇതിപ്പം സൊനാലി കോഴിക്കുഞ്ഞുങ്ങളാണ്. നമ്മുടെ നാടനിൽ നിന്നും മൊത്തത്തിൽ വ്യത്യസ്തരാണ് ഇവർ. മൊത്തത്തിൽ ഇവർ കാണുമ്പോൾ നമുക്കൊരു വലിയ ആരോഗ്യമില്ലാത്ത കുട്ടികളായി തോന്നുമെങ്കിലും ഇവർ ഭയങ്കര ആക്റ്റീവാണ്. അതുപോലെ ഫുഡൊക്കെ വളരെ കുറച്ചേ കഴിക്കും കേട്ടോ. സ്റ്റാർട്ടറൊക്കെ കൊടുത്തിട്ടും ഞാൻ സാധാരണ കോഴിക്കുഞ്ഞുങ്ങൾ കഴിക്കുന്നതിലും വളരെ അളവ് കുറച്ചിട്ടാണ് ഇവർ കഴിക്കുന്നത്. അതുപോലെ വെള്ളമൊക്കെ കൊടുത്തിട്ടും വളരെ കുറച്ചേ വെള്ളമൊക്കെ കുടിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ ലൈറ്റിൻ്റെ ചോട്ടിലും ഇവരങ്ങനെ ഒരുപാടൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഫുൾ ടൈം ഈ കോഴിക്കൂട്ടിൽ ഇങ്ങനെ ഓടിക്കളിയാണ്. പിന്നെ ചെറിയൊരു പേടിയുണ്ട്. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തും അടുത്തേക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു മൂലയിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നാടൻ കോഴീനെയൊക്കെ ഞാൻ ആക്കുന്ന സമയത്ത് അവരങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവരെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് നമ്മളുമായിട്ട് ഇണങ്ങാൻ കുറച്ചൊരു മടി കാണിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ വളർത്തി വന്നാലറിയാം എന്താണെന്നുള്ളത്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.